കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും. അതിനായി തിരഞ്ഞെടുക്കാം 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ്. ആധുനിക ലേസറുകളായ ഡയോഡ് ലേസർ, കാർബൺ ലേസർ, ഫ്രാക്ഷണൽ ലേസർ, പിഗ്മെന്റേഷൻ ലേസർ, പിക്കോ ലേസർ, ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി GFC ട്രീറ്റ്മെന്റ്, PRP ട്രീറ്റ്മെന്റ്, കഷണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം, ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും, ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ്, ഹൈഫു ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ്, ഫില്ലേഴ്സ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി, പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. കോൺടാക്ട് നമ്പർ 9947549050 7306384768. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന UDF നേതൃത്വം മുന്നോട്ടു പോകുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ UDF തൃണമൂലിനെ സഹകരിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ലീഗും DCC പ്രസിഡന്റും അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും 2 കോൺഗ്രസ് നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് തൃണമൂൽ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ 2 കോൺഗ്രസ് MLA മാർ ആണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആവാമെന്നും തൃണമൂൽ നേതാക്കൾ പറഞ്ഞു. ഈ തൃണമൂൽ കോൺഗ്രസിനെ ഇങ്ങനെ മുന്നണിയിൽ എടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ മേഖലയിൽ സഹകരിപ്പിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വന്നു എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല, അത് ജില്ലയിലെ 2 കോൺഗ്രസ് നേതാക്കളാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അത് DCC പ്രസിഡന്റ് അതിൽ പെടുന്ന ആളാണ്. ഇതിലെ DCC പ്രസിഡന്റ് അതിൽ പെടുന്ന ആളാണ്. അല്ല, DCC പ്രസിഡന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിനോട് അൻവറിനോട് ഒരു അനുഭവം നിലപാട് സ്വീകരിക്കുക, അൻവർ കൂടി വേണം UDF മുന്നണിയിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളാണ്. ചിലപ്പോൾ അവരാവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഞാനിപ്പോ അതിന്റെ പേര് കാര്യമൊന്നും പറയുന്നില്ല. ഇതൊക്കെ കാണേണ്ട ഒരു കാര്യം. പണ്ടൂരും മേഖലയിൽ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിച്ചതുകൊണ്ടാണ് നിലവിലെ നിലമ്പൂർ MLAക്ക് ജയിക്കാനായത്. ഇനിയും തെരഞ്ഞെടുപ്പുണ്ടെന്നും ആര് ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും തൃണമൂൽ മണ്ഡലം ചെയർമാൻ ES സുഗു പറഞ്ഞു. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിലമ്പൂരിലും പ്രത്യേകിച്ച് കേരളത്തിലൊട്ടാകെ PV അൻവർ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളണം എന്നുള്ളൊരു പൊതുവികാരം UDF നേതൃത്വം സ്വീകരിച്ചില്ല. എന്നാൽ ഇവിടെ നിലമ്പൂർ അതോടൊപ്പം തന്നെ നമ്മുടെ പല ജില്ലയിലെ പല ഭാഗങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള UDFിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഞങ്ങൾ ആദ്യ റൗണ്ട് UDF പഞ്ചായത്ത് തല പ്രാദേശിക നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തി. അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിന് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രാതിനിധ്യം തരുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതിന് ഘടകവിരുദ്ധമായ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള, അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജില്ലാ ഡിവിഷൻ വഴിക്കടവ് ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ അത് UDFിന് ഗുണം ആകും എന്നുള്ള തെറ്റിദ്ധാരണ സ്വീകരിച്ച ചില ആളുകളുണ്ട്. നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിച്ചതുകൊണ്ടാണ് ചിലർക്കൊക്കെ നിയമസഭ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതേ അവസ്ഥ പഞ്ചായത്തുകളിലും ഉണ്ടാവും. അങ്ങനെ ഈസി ആയിട്ട് UDFിന് ജയിച്ചു കയറാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും.
അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിലമ്പൂർ മണ്ഡലത്തിലെ ചില കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറണോ എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും. അവിടെ എന്താണോ രാഷ്ട്രീയപരമായിട്ടുള്ള അടവ് നയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ തോൽവിക്ക് ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ആ തരത്തിലും ഞങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. ലീഗിനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കും തൃണമൂൽ ധാരണയ്ക്ക് യോജിപ്പാണ്. എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കൾ ഉടക്കിടുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ കാലങ്ങളായി UDFന് ജയിക്കാനാവാത്ത വാർഡുകളാണ് തൃണമൂൽ ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് കാരണം മാന്യമായ ആവശ്യം UDF പരിഗണിച്ചില്ല. അതിനാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തൃണമൂൽ തീരുമാനിച്ചതായും വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കുമെന്നും ES സുഗു പറഞ്ഞു. PV അൻവറിന്റെയും താൻ ഉൾപ്പെടെയുള്ളവരുടെയും ശ്രമഫലമായി ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം LDFൽ നിന്ന് UDFന് നേടിക്കൊടുത്തിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുന്നില്ലെന്ന് മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാല പറഞ്ഞു. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും വാർഡ് തല കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ 2 മാസത്തോളമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ 1ാം ഘട്ടത്തിൽ ഏകദേശം 30ഓളം സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും പ്രാദേശികമായിട്ടുള്ള വാർഡുകളിലും തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് UDFുമായി ബന്ധപ്പെട്ട ഒരു അലയൻസ് ചർച്ച നടത്തിയത്. സംസ്ഥാനത്തെയും ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള UDFന്റെ പ്രബലരായ നേതാക്കന്മാർ ഉൾപ്പെടെ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിച്ചു പോകാൻ ഞങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ താൽക്കാലികമായി ആ ഒരു ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ പ്രദേശത്തെ ഈ UDFന്റെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള നേതൃത്വത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വവും ബന്ധപ്പെട്ട് ആവശ്യമായ പരിഗണന നിലമ്പൂരിൽ കൊടുക്കണമെന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടും മാന്യമായ രീതിയിൽ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ മാന്യമായ രീതിയിലുള്ള വാർഡുകൾ ഞങ്ങൾക്ക് പരിഗണിക്കാനോ ഇന്ന് വരെ UDF നേതൃത്വം തയ്യാറായിട്ടില്ല. മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും. കരുളായിയിൽ ചർച്ച അന്തിമഘട്ടത്തിലാണെന്നും ഇവർ പറഞ്ഞു. N4 ന്യൂസ്, നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം, PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.